Hello everyone, welcome to Jupiter Plus to Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ Jupiter Plus to Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമുക്കിനി പഠിക്കാൻ നോക്കാനുള്ളത് 15ാമത്തെ ചാപ്റ്ററാണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി അഥവാ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള 15ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം പ്ലസ് ടു ഹിസ്റ്ററി പഠിക്കുന്ന ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നിങ്ങൾ എന്ത് അയച്ചു കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ കൂടെ 2-3 കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. ഒന്നാമതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ എന്താണ് പരിപാടി, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ സ്റ്റഡി ലീവ് ആണെങ്കിൽ സ്കൂൾ ക്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ പ്ലസ് ടു ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 15ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ, മിഷണറി എഡ്യൂക്കേഷൻ. അതായത് ഈ സമയത്ത് എന്ത് ചെയ്യാണ്, ഒരുപാട് മിഷണറീസിലെ EMS അതായത് നമ്മുടെ BM ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ അടക്കമുള്ള ഒരുപാട് മിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അവർ എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസത്തിന് കൊടുത്തുള്ള പ്രാധാന്യം നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അന്നത്തെ ലീഗൽ സിസ്റ്റം, നിയമവ്യവസ്ഥയെക്കുറിച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് പഴശ്ശി റിവോൾട്ട് ആൻഡ് വേലുത്തമ്പി പാലിയത്തച്ഛൻ റിവോൾട്ട്. അതായത് പഴശ്ശി കലാപവും വേലുത്തമ്പിയും പാലിയത്തച്ഛനും നടത്തിയിട്ടുള്ള കലാപങ്ങളും അതേപോലെ തന്നെ കുറിച്യ കലാപവും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിവോൾട്ടുകൾ അഥവാ കലാപങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അടുത്തത്, ഈ ഒരു സമയത്ത് ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് അഥവാ സാമൂഹിക പരിഷ്കരണ സംഘങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് അഥവാ സാമൂഹിക പരിഷ്കരണ സംഘങ്ങളുണ്ടായിരുന്നു അല്ലേ. ശ്രീനാരായണ ഗുരു അടക്കമുള്ള, ചട്ടമ്പി സ്വാമികൾ അടക്കമുള്ള, അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ അടക്കമുള്ള, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് സോഷ്യൽ റിഫോമേഴ്സ് അഥവാ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഘടനകൾ, അതേപോലെ പിന്നെ അയ്യങ്കാളിയൊക്കെ എക്സാമിന് ചോദിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ചാനാർ അജിറ്റേഷൻ അഥവാ ചാനാർ ലഹള നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ വൈക്കം സത്യാഗ്രഹം ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരവും അതിന് കാരണമായിട്ട് 2 സത്യാഗ്രഹങ്ങൾ, എസ്പെഷ്യലി ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കി വെക്കണം, വൈക്കം സത്യാഗ്രഹം നോക്കണം. പിന്നെ ക്രൊണോളജിക്കൽ ഓർഡർ, ഇതിൽ നിന്ന് കാലഗണനാ ക്രമമൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. വേലുത്തമ്പിയും പഴശ്ശിരാജയും അതേപോലെ തന്നെ പാലിയത്തച്ഛനും അവരൊക്കെ ചെയ്ത കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. ഇത് മാത്രം പഠിച്ചാൽ പറയും, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇതെന്നാണ് ഏറ്റവും കൂടുതൽ തവണ പ്ലസ് ടു ഹിസ്റ്ററിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചത്, ക്വസ്റ്റ്യൻ ചോദിച്ചത്. 4 മാർക്കിൻ്റെ ചാപ്റ്ററാണ്, 1 മാർക്ക് പോലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ എജുപോണിൻ്റെ ബൂസ്റ്റർ ക്രാഷ് ബാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എജുപോണിൻ്റെ ബൂസ്റ്റർ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ സെറ്റാവും. ഈ ചാപ്റ്റർ അടക്കമുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പിന്നെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, നോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് എവിടെ കിട്ടും, എജുപോണിൻ്റെ ബൂസ്റ്റർ ക്രാഷ് ബാച്ചിൽ കിട്ടും. ബൂസ്റ്റർ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ റെഡിയാകും. അതിന് ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും, ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.ejuport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പം ഈ പ്ലസ് ടുവിലെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മിസ്സാക്കരുത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ ഉഴപ്പൊക്കെ മാറ്റിയിട്ട് കൂടുതൽ സമയം പഠനത്തെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോഴും പ്ലസ് ടുവിൽ പലരും സീരിയസ് ആയിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ സീരിയസ് ആവുക, നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പ്ലസ് ടുവിൽ നിങ്ങളത് വെച്ച് കളിക്കരുത്. ഇപ്പോൾ നിങ്ങൾ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. ഞാൻ ആദ്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം കമൻറ്റ് ചെയ്യുക. ബൈ.